ചില ഓഫീസിനകത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ളിലൊരു അന്താളിപ്പുണ്ട്. എന്നാ പറയണ്ടേ, എവിടെ തുടങ്ങണം, എങ്ങനെയാ ചോദിക്കുന്നേ, ഒരു പരുങ്ങൽ ആദ്യമായിട്ട് ചെല്ലുന്നവർക്കുണ്ടാവും അല്ലേ? നിങ്ങൾ ആ കമ്പനിയിൽ ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴേ നിങ്ങളുടെ ഹൃദയമിടിപ്പ് എത്ര സ്പീഡിലായിരുന്നെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഏത് ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്, ഏതിനാണ് ഞാൻ മറുപടി പറയേണ്ടത് എന്നൊരു അങ്കലാപ്പും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായെന്ന് വന്നേക്കാം ഇല്ലേ? ആദ്യമായിട്ട് എന്തിനധികം നിങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പെണ്ണ് കാണാൻ വന്നപ്പോഴേ, അല്ലെങ്കിൽ പയ്യൻ വീട്ടിൽ വന്നപ്പം നിങ്ങളോട് സംസാരിക്കാൻ ആദ്യമായി നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയും ഒരു ഹൃദയമിടിപ്പിൻ്റെ സ്പീഡും നിങ്ങൾക്ക് ഇന്നും ഓർമ്മയിലുണ്ടായിരിക്കും. അത് മിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഭീതിജനകമായ ഒരവസ്ഥയാണ്. അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഒരു വലിയ ICUവിനേക്കാളും വലിയൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ അന്നേരം കടന്നുപോയത് ഇല്ലേ? എവിടെ ചെന്നാലും ആളുകൾക്ക് ഒരു ഭീതിയാണ്, എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കും എന്നൊരു ഭയം. ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ദൈവം കണ്ടെത്തിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മുമ്പിൽ ദൈവം വച്ചിരിക്കുന്നത് ബിഗ് ടാർഗറ്റുകളാണ്. ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് അദ്ദേഹത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്തോത്രം ലീഡർഷിപ്പ് അല്ലെങ്കിൽ നെടുനായകത്വം വഹിക്കാനുള്ള തെരഞ്ഞെടുപ്പും തന്നിൽ നിക്ഷിപ്തമാണ് എന്ന് ദൈവം കാണിച്ചു തന്ന ഒരു മനുഷ്യനുണ്ട്. പുറപ്പാട് പുസ്തകത്തില് ആമേൻ, തൻ്റെ ജനമായ ഇസ്രായേലിനെ മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനായ മോശ. സ്തോത്രം. പ്രാരംഭത്തിൽ മോശയുടെ സംഭാഷണം ദൈവത്തോടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. 3-4 അധ്യായങ്ങളിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു വിധത്തിലും ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തൻ്റെ കഴിവോ തൻ്റെ സംവിധാനങ്ങളോ തൻ്റെ വൊക്കാബുലറിയോ അതിന് പര്യാപ്തമല്ല എന്ന് തിരിച്ചറിവ് നന്നായിട്ടുള്ള മോശ വേറെ ആരെയും കിട്ടുവാണെങ്കിൽ അവരെ ഈ കാര്യം ഏൽപ്പിക്കണം എന്ന് പറയുക. വേറെ ആരെങ്കിലും ദൈവമേ നിനക്ക് കിട്ടുകയാണെങ്കിൽ നീ അവരെ അങ്ങ് ഏൽപ്പിച്ചോ, എന്നെ ഒന്ന് ഒഴിവാക്കി തന്നേര് പ്ലീസ്, ഈ പാവപ്പെട്ടവൻ ഈ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളാം. പക്ഷെ ദൈവം മോശയെ നേരത്തെ കണ്ടതുകൊണ്ട് മരണത്തിൽ നിന്ന് നൈൽ നദിയിലെ മുതലയ്ക്കാഹാരമായി തീരേണ്ട മോശയെ ഞാങ്ങടകളുടെ ഇടയിൽ സ്തോത്രം ഒരു കൊച്ചു പെട്ടകത്തിനകത്ത്, ഒരു പെട്ടിക്കകത്ത് ആമേൻ ഒഴുകി നേരെ ഫറവോന്റെ പുത്രിയുടെ കരത്തിൽ എത്താൻ പ്ലാൻ തയ്യാറാക്കിയത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരെ എത്തിയത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതി പ്രകാരമാണ്. ഒരിക്കലും അവിചാരിതമായിട്ടൊന്നും സംഭവിക്കുന്നില്ല, ആക്സിഡന്റലി ആയിട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിൽപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. മോശയുടെ സംസാരത്തിന്റെ രീതി പോലും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിന് പര്യാപ്തമുള്ളതല്ല. അതുകൊണ്ട് അവൻ പറയും, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. ഞാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല. ഞാൻ പോയാൽ അവരുടെ അടുത്ത് ചെന്നാൽ അവർ പറയും, അത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മോശയോട് ചോദിക്കുക, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? സിൻസിയറായിട്ട് മറുപടി പറഞ്ഞു കേട്ടോ, എൻ്റെ കയ്യിലൊരു വടിയുണ്ട് അല്ലേ? 4-ാം അധ്യായം പുറപ്പാട് പുസ്തകം 2-ാം വാക്യം. യഹോവ അവനോട്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ?
എന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു. അത് നിലത്തിടുക. അത് നിലത്തിട്ട് ഒരു സർപ്പമായി മാറി. ആ സർപ്പം ഈ വടി സർപ്പമായി രൂപാന്തരപ്പെട്ടപ്പോൾ പിന്നീട് ഒരു നിമിഷം മോശ അവിടെ നിന്നില്ല. മോശ തിരിഞ്ഞോടുകയായിരുന്നു. ഓടുന്നവനോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. സ്തോത്രം. തിരിഞ്ഞോടുന്ന മോശ ഓടിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നു. ഓടിപ്പോയി, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ സർപ്പത്തെ കണ്ട്, ഈ പാമ്പിനെ കണ്ടിട്ട് മോശ അവിടെ നിന്ന് ഓടിപ്പോയി. ഈ ഓട്ടത്തിനിടയ്ക്ക് ഒരു ശബ്ദം, നിന്നെ 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 നീ ഓടാൻ വരട്ടെ, നിക്ക്, വടി നിന്റെയാണ്, നീയല്ല അത് സർപ്പമാക്കിയത്, നീയല്ല ആ ഒരു രൂപമാറ്റം വരുത്തിയത്, നീ ഇട്ടത് വടിയാ, സത്യമാ. പക്ഷേ അതിന് രൂപാന്തരം മാറ്റം വരുത്താൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. നിന്നോട് സംസാരിക്കുന്ന എനിക്ക് മാത്രമേ അത് കഴിയൂ എന്ന രീതിയിൽ മോശയോട് പറയാ, മോശേ നീ തിരിഞ്ഞ് അതിന്റെ വാലിൽ പിടിച്ചോ. അതിന്റെ വാലിൽ പിടിച്ചോളാൻ പറഞ്ഞു. എനിക്ക് എപ്പോൾ വാലിൽ പിടിച്ചോ അപ്പോൾ അത് തിരിഞ്ഞു വടിയായി മാറി. ഇതൊരു മോശയുടെ ജീവിതത്തിൽ ദൈവവും മോശയുമായിട്ടുള്ള സംഭാഷണം നടന്ന ഒരു അത്ഭുതകരമായ കാര്യമാണ്. എന്നിട്ടും ഒരു വിശ്വാസക്കുറവ് പോലെ അല്ലേ? നമുക്ക് എത്ര അത്ഭുതം നമ്മൾ കണ്ടാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നമുക്ക് എന്നിട്ടും ദൈവത്തോടുള്ള കാര്യത്തിൽ വിശ്വാസം അല്പം കൂടെ കുറവാണ്. നമുക്കിപ്പം അത്ഭുതം കൂടിയിട്ട് വിശ്വാസം കുറഞ്ഞു, അത്ഭുതം കുറഞ്ഞാൽ വിശ്വാസം കൂടുമെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എന്തായാലും നിന്റെ കൈ മാർവിടത്തിലേക്ക് ഇടാൻ പറഞ്ഞു. ഉടനെ അവൻ കൈ മാറിലേക്ക് ഇട്ടു. തിരിച്ചെടുത്തപ്പോഴത്തേക്ക് ഇതാ കുഷ്ഠം നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹേയ്, ഈ കൈ കൊണ്ട് എങ്ങനെയാ ഞാൻ ഇനി മിസ്രൈമിലേക്ക് പോകുന്നത്? ഈ കൈ കൊണ്ട് എങ്ങനെയാ ഫറവോന്റെ കൊട്ടാരത്തിൽ എന്നെ കയറ്റുവോ? സ്തോത്രം. ഇപ്പോൾ ഈ കൈക്ക് സംഭവിച്ചെന്താ? എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്നെ മാറ്റാൻ ഇത് തന്നെ മതി, ഈ കുഷ്ഠം മതി. എനിക്ക് കുഷ്ഠങ്ങളുകൊണ്ട് പാളയത്തിനകത്തോട്ട് കിടക്കാൻ പറ്റിയല്ല. ദൈവം മോശയുടെ ചിന്തകൾ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? സാധാരണ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മോശയോട് ദൈവം പറയുക. അതാണ് നമ്മൾ വായിക്കുന്ന വാക്യം, 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. നീ ചെല്ല്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്റെ വായോട് കൂടി ഇരുന്ന് നിനക്ക് സംസാരിക്കാനുള്ള കാര്യം ഞാൻ ഉപദേശിച്ചു തരും. എന്തൊരു പ്രോമിസാണല്ലേ. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയുക, ആ പ്രതിസന്ധിക്ക് നേരെ നീ ചെല്ല്. അവിടെ എന്ത് പറയണം എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. ആ കാര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. സ്തോത്രം. ഈ രാവിലെ സമയം ദൈവം നമ്മുടെ കൂടത്തിൽ ഇരിക്കാമെന്ന് പറയുന്നത് തന്നെ എത്ര സന്തോഷകരമായ കാര്യമാണ്. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കാമെന്ന് പറയുന്നത് എത്ര തന്നെ സന്തോഷകരമായ കാര്യമാണ്. നീ ചെല്ല്, ഞാൻ വരിക നിന്റെ കൂടെ. നീ അങ്ങ് പൊക്കോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. പേടിക്കേണ്ട മോശേ, അവിടെ എന്നാ പറയണമെന്നുള്ളത് ഞാൻ ആ സമയത്ത് നിന്റെ കൈ തരാം. ഇത്രയും വലിയൊരു പ്രോമിസ് ഈ ഉലകത്തിൽ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ? ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ കരങ്ങളെ പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്റെ കുടുംബത്തെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ സംരക്ഷിക്കും, ഞാൻ നിന്റെ പുറകിലുണ്ട്. ഭാരപ്പെടേണ്ട, നിങ്ങളെ സഹായിക്കാൻ നിന്റെ കൂടെ ഞാനുണ്ടെന്നേ. കുഞ്ഞെ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന് ദൈവം, സർവശക്തനായ ദൈവം പറയാം. നീ ചെല്ല്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അവരുടെ വായടപ്പിക്കാൻ സിംഹത്തിന്റെ വായടപ്പിച്ചതുപോലെ അവരുടെ വായടപ്പിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്.
ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. തനിയല്ല, നീ തനിയാണെന്നുള്ള ചിന്താഗതി നിന്നെ നിരാശയിലേക്ക് കൊണ്ടുപോകും. നീ തനിയാണെന്നുള്ള ചിന്താഗതി നിന്നെ ഒരു ഒറ്റപ്പെടുത്തലിന്റെ അവസ്ഥയിലേക്ക് നിന്റെ മനസ്സിനെ മാറ്റും. അതുകൊണ്ട് ഇന്ന് ഒരു കാര്യം തീർച്ചപ്പെടുത്തുക, നീ തനിയല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഈ രാവിലെ സമയം, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. മോശയോട് കൂടിയിരുന്നത് പോലെ, യോശുവയോട് കൂടിയിരുന്നത് പോലെ. ആമേൻ. അബ്രഹാമിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ആമേൻ. അബ്രഹാമായി സന്ധിക്കുമ്പോഴൊക്കെ ദൈവം വാചാലനായി മാറാറുണ്ടല്ലേ അബ്രഹാമിനോട്. എന്റെ പ്രിയരെ, എന്ത് സംസാരിക്കണമെന്ന് ഓർത്ത് ഭാരപ്പെടുകയാണ്. എന്ത് സംസാരിക്കണമെന്ന് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നാവിന്മേൽ നൽകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ആ ഓഫീസിലേക്ക് ചെല്ല. ആമേൻ. ആ കോളേജിലോട്ട് ചെല്ല. സ്തോത്രം. ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലോട്ട് ചെല്ല. സ്തോത്രം. ആ ബോസിന്റെ മുമ്പിലോട്ട് ചെല്ല. ഡോണ്ട് ഫിയർ അബൌട്ട് ദാറ്റ്. ആമേൻ. നിങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി രാവിലെ സമയം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അവിടുത്തെ പുത്രന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരോട് കൂടിയിരിക്കണമേ. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പറയണമേ. സകല പോരുകളെ ശാസിക്കുന്നു. അവരുടെ ഉന്നമനത്തിന് വിരുദ്ധമായി എഴുന്നേൽക്കുന്ന എല്ലാ ദുഷ്ട ആഭിചാര മന്ത്രവാദ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം മുതൽ വിടുതൽ വ്യാപരിക്കട്ടെ. ധൈര്യം പകരണമേ. സൗഖ്യം നൽകണമേ കർത്താവേ. ഈ വാത്സല്യ പിതാവ്, മാതാവ്, ഈ അമ്മച്ചി, കർത്താവേ, ഈ കുഞ്ഞ്, ഈ സഹോദരി, ഈ സഹോദരൻ ഭാരപ്പെടുന്ന വിഷയത്തിന് മുകളിലെ കർത്താവോട് ഓർത്ത് സ്തോത്രം. അവരുടെ കൂടെ സഞ്ചരിക്കണമേ. കൃപ നൽകണമേ. ഹൃദയം തുറന്ന് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രിയരെ, നീ ചെല്ലുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ എന്ത് സംസാരിക്കണമെന്ന് ഞാൻ നിന്നോട് അപ്പോൾ പറയാം. ആമേൻ. പുറപ്പെടാൻ തയ്യാറാകുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ടാണ് അനുഗ്രഹിക്കട്ടെ.